അടുത്തത് നമ്മൾ കമ്പാരിസൺ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടി വരുമ്പോൾ ഭാവിയിൽ നമുക്ക് ദീർഘകാല സംതൃപ്തി നമുക്ക് കിട്ടാതെ പോകും. ദീർഘകാല സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സ് മാറിപ്പോകും എന്നാണ് ഞാൻ പറയുന്നത്. അടുത്താണ് കമ്പാരിസൺ കൾച്ചർ എന്ന് പറയുന്നത്. സ്വന്തം മൂല്യത്തെയും വിജയത്തെയും നിലയെയും സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളോട് താരതമ്യം ചെയ്ത് വിലയിരുത്തുന്ന രീതിയാണ് കമ്പാരിസൺ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സോഷ്യോളജിക്കലി നമ്മൾ പുതുതായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ വിജയത്തെയും നിലയെയും സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളോട് താരതമ്യം ചെയ്ത് വിലയിരുത്തുന്ന രീതി, അതാണ് കമ്പാരിസൺ കൾച്ചർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടത് അവരൊരു ഏതെങ്കിലും ഒരു വിദേശത്ത് പോയി അവിടെ പാർക്ക് ചെയ്ത ഒരു ഏറ്റവും വില കൂടിയ ഒരു കാറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ കാണുന്ന മറ്റൊരാളിൽ തനിക്കിതുപോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ ആവാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ആവാൻ കഴിയുന്നില്ല എന്ന നിരാശ, അങ്ങനെ എത്താൻ കഴിയുന്നില്ല എന്നുള്ള നിരാശ, വിദ്യാർത്ഥികൾ പഠനം പഴയതുപോലെ ശുഷ്കാന്തിയോടെ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, തൻ്റെ കൂടെ പഠിക്കുന്നവനെ പോലെ തനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് വിലയിരുത്തുന്ന ഒരു രീതി, ഇതൊക്കെ കമ്പാരിസൺ കൾച്ചറാണ്. എല്ലാവരും മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ജീവിതത്തെയും നല്ല ജീവിതത്തിൻ്റെയും ഒക്കെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രം. എല്ലാവരും അന്യരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങളെക്കുറിച്ചാണ്. എന്നാൽ തൻ്റെ വീഴ്ചകളെയും ജീവിതത്തിലെ മോശം സന്ദർഭങ്ങളെയും പങ്കുവയ്ക്കുന്നവർ വളരെ വളരെ വിരളമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ തുറന്നാൽ സുഹൃത്തുക്കളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ നിറം പിടിപ്പിച്ച ജീവിത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. ഒരു സെലിബ്രിറ്റി നടന്നു വരുന്നു, ആ സെലിബ്രിറ്റി ഉപയോഗിക്കുന്ന രീതികൾ, അയാൾ കാണിക്കുന്ന കരിഷ്മ, അയാൾ കാണുന്ന ഒരു ആകർഷകത്വം, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കരുതും ഇയാൾ 24/7 hours ഇങ്ങനെയാണ്. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് മോശ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോയിൽ നമ്മൾ കാണില്ല, ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോയിൽ നമ്മൾ കാണില്ല, നമ്മളെ സ്റ്റാറ്റസിൽ നമ്മൾ കാണില്ല, നമ്മൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മളത് കാണുന്നുണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോൾ ആ നിറം പിടിപ്പിച്ച ജീവിത ദൃശ്യങ്ങൾ മറുവശത്തുള്ള അവരുടെ നിറം മങ്ങിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോസ്റ്റുകളും സ്റ്റാറ്റസുകളുമാണ് യാഥാർത്ഥ്യം എന്ന് കരുതുന്നവർ തൻ്റെ ജീവിത യാഥാർത്ഥ്യത്തോട് അതിനെ താരതമ്യപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ താരതമ്യപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, കാണുന്നതൊന്നും എനിക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അതുപോലെ ആവില്ല നമ്മളും 24/7 hours ആരും ഇങ്ങനെയല്ല. എല്ലാവരിലും അവരവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റാണ് പലപ്പോഴും നമ്മൾ ഈ പോസ്റ്റുകളിലും സ്റ്റാറ്റസുകളിലും ഒക്കെ നമ്മൾ കാണുന്നത്. സെലിബ്രിറ്റികളുടെ മായാലോകത്തെ പിന്തുടരുന്നവരുടെ കാര്യം ഇതിനേക്കാളൊക്കെ വളരെ വളരെ കഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അവനവനൊക്കെ ഒരുപാട് കഴിവുകളുണ്ടാവും. നമുക്ക് ഒരു പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടാവും, മേ ബി നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിരിക്കും, ഒക്കെയാണ്. പക്ഷെ പലരും ഈ സെലിബ്രിറ്റി ലൈഫ് കാണുമ്പോൾ അവനവൻ്റെ ഒരു വ്യവസ്ഥാപിതമായ ജീവിത ചുറ്റുപാടുകളെ സാക്ഷാത്കരിക്കുന്നതിന് പകരം ഒട്ടും ആശാസ്യമല്ലാത്ത രീതിയിൽ സെലിബ്രിറ്റികളുടെ മായാലോകത്തെ പിന്തുടർന്നുകൊണ്ട് അത് കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സെലിബ്രിറ്റിയും അങ്ങനെ ആയിത്തീർന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും അതേപോലെ നിഷേധാത്മകമായ സാഹചര്യങ്ങളുടെയും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. ഇത്തരം നിരാശകൾ ഒന്നു ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നു ചേരുമ്പോൾ നമ്മളും സെലിബ്രിറ്റികളെ പോലെ ആവാൻ വേണ്ടി ആ മായാലോകത്തിലേക്ക് എടുത്തു ചാടുന്നതിന് വേണ്ടി നിരന്തരം നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കത് സാധിക്കാതെ പോകുമ്പോൾ നിരാശകൾ ഒന്നു ചേർന്ന് അസംതൃപ്തിയായി രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരും. നമ്മൾ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നതാണ്.
ഇവൻ സെലിബ്രിറ്റികൾക്ക് പോലും സംഭവിക്കുന്നതാണ്. സെലിബ്രിറ്റികൾ മറ്റൊരാളുടെ, മേബി അയാളൊരു സെലിബ്രിറ്റി ആയിരിക്കില്ല എങ്കിൽ പോലും അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ അയ്യോ ആ സൗഭാഗ്യം എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സെലിബ്രിറ്റികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പ്രതിസന്ധികൾക്കൊക്കെയുള്ള ഒരു പരിഹാരം? ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.